വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പനയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പന കുന്തളംപാറ കൊല്ലപ്പള്ളിയിൽ കമലമ്മയെയാണ് മകൻ പ്രസാദ് കോടാലി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. കൈയും കാലും ഒടിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന കുന്തളംപാറ കൊല്ലപ്പള്ളിയിൽ കമലമ്മയ്ക്കാണ് മകന്റെ ക്രൂരമായ മർദ്ദനമേറ്റത്. രാവിലെ മകൻ പ്രസാദും മരുമകളും ചേർന്ന് കമലമ്മയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കോടാലി ഉപയോഗിച്ച് കമലമ്മയുടെ കാലും കൈയും തല്ലി ഒടിച്ചു. 2 വർഷത്തോളമായി ഇവർ തമ്മിൽ കുടുംബവഴക്ക് നിലനിന്നിരുന്നു. വീടിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലാണ്. വീടിനോട് ചേർന്ന് താൽക്കാലികമായി മുറി പണിത് ഇവിടെയാണ് കമലമ്മ താമസിക്കുന്നത്. അടുത്തുള്ള പശുത്തൊഴുത്തിലാണ് അച്ഛൻ അന്തി ഉറങ്ങുന്നത്. കമലമ്മയുടെ മുറിയിലേക്ക് എത്താനുള്ള വഴിയിൽ മകനും മരുമകളും കോഴിക്കോട് വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ഇതിലായിരുന്നു വഴി കരത്തോട്ട് കയറി പോകുന്നത്. ഈ വഴിയിൽ ഈ കോഴിക്കോട് അടുത്ത് വിട്ടു. അവൻ തന്നെയാണ് ഇതെല്ലാം തല്ലിപ്പൊളിച്ചത്. ഇതിനു മുമ്പും മകൻ തന്നെ മർദ്ദിക്കുന്നതായി കമലമ്മ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതിനാൽ ഇതിന് പരിഹാരമുണ്ടായിരുന്നില്ല. രാവിലെ ഇങ്ങോട്ട് അവനും അവളും കൂടി വന്നു. ഇത് കണ്ടോ, ഇവിടെ ഇട്ടേക്കുന്ന ഇതെല്ലാം എടുത്ത് കോടാലി എല്ലാം എടുത്ത് ആ തള്ളനെ അടിച്ച് ശരിയാക്കുമായിരുന്നു. ഞങ്ങൾ കണ്ടോടെ ഞങ്ങൾ ഓടി വന്നു. അപ്പത്തേക്കിനും ഓടി വന്നു. അപ്പോഴത്തേനും ഇവിടെ അടിച്ച ഈ അമ്മ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കും. അപ്പോഴത്തേനും ഇവൻ തന്നെയാന്ന് പോലീസുകാരെ അങ്ങനെയാ പറഞ്ഞത്. ഇവൻ തന്നെയാ പോലീസിനെ വിളിച്ചതെന്ന് പറയുന്നു. പോലീസ് എന്നാലും ഒരു 3 വണ്ടിയൊക്കെ ഇവിടെ വന്നു. 2 പേരും അടിച്ചു. 2 പേരും ഇഷ്ടം പോലെ കൊടുത്തു. നേരത്തെ ഇവള് വന്നതിന്റെ അന്ന് തള്ളക്കിട്ട് അടിച്ചിട്ട് സഹകരണാശുപത്രി പോയി 3 ദിവസം അമ്മ കിടന്ന് അവിടെ റെക്കോർഡുണ്ട്. 3 ദിവസം. കൈക്കും കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രസാദിനെതിരെ കട്ടപ്പന പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.